ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാം പണിയാമെന്നൊക്കെയാണ് വിചാരിക്കണത്. സാധാ ഫാമല്ല, ആനിമൽ ഫാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലായിട്ട് പോകാം. നമ്മുടെ സർവറിൽ ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് നിർത്തിയ അതേ പരിപാടികൾ തന്നെയാണ് ഗൈസ്. വേറെ പുതുമയായിട്ട് നമ്മൾ ഒന്നുമേ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കണത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോ. ഓൺ ദ വേ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ഇതാണ് നമ്മുടെ ബേസ്. നല്ല കിടിലൻ ബേസ് അല്ലേ? ബേസ് ഇതല്ല, ഇത് നമ്മുടെ ബേസ് വെച്ച സ്ഥലം ഇതാണ്. കാണാത്തവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക നമ്മുടെ വീട്. ഈ അകത്തത്തെ ഡിസൈൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു. ടൈൽ ഡിസൈനൊക്കെ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് പിന്നെ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇച്ചിരിയും കൂടി ക്ലിയർ ചെയ്തിട്ട് ഈ സൈഡിലൊക്കെ ഇവിടെ എങ്ങാനും പണിയാൻ കേസ് ഫാം ചെറിയ ആനിമൽ ഫാമാണ്. അപ്പോൾ ഇവിടെ ആനിമലില്ല, നമ്മൾ ഇച്ചിരി ദൂരെ പോകേണ്ടി വരുമെന്നാണ് തോന്നണത്. എങ്കിലും നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ വല്ല ആനിമലെല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതെടുക്കാം. ഈ ചെറിയ ബ്ലോസത്തിൻ്റെ ഇപ്പുറത്ത് ഇവിടെ ആനിമലൊക്കെ കാണും. നോക്കാം, കാണിച്ചു തരാം. ഇവിടെ പന്നികളുണ്ട്. പന്നി നമുക്ക് ഫുഡ് സെറ്റപ്പാണ്. അപ്പോൾ ഇന്ന് ഒരു സെക്ഷൻ, പിന്നെ നമുക്ക് വേറൊരു സെക്ഷൻ പണിയാം. അപ്പോൾ ആരെങ്കിലും സോംബി പന്നി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പിഗിനെ തന്നെ എടുക്കാം. പിഗ് ആകുമ്പോൾ ഇച്ചിരി ഫുഡ് ഉണ്ട്. കവിനെ എടുക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് കവിനെ വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കവിനെ എടുക്കാത്തത്. ദെൻ നമുക്ക് അപ്പോൾ നമ്മൾ തുടങ്ങാം നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഇതുവരുന്ന ഫാമിൻ്റെ പണി ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മലയൊന്ന് നിരത്തേണ്ടതുകൊണ്ട്, അപ്പം അതുകൊണ്ട് നമുക്ക് മല നിരത്തിയിട്ട് വരാം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. 2 ശവൽ ഉണ്ടാക്കാനുള്ള ഒരെണ്ണയാണല്ലോ നമുക്കിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കാൻ. എന്നിട്ട് തീരെയാണെങ്കിൽ വേറെ ഗേസ്. ഞാൻ പെട്ടെന്ന് ലീഡ് എവിടെ നിന്ന് കിട്ടുമെന്ന് ലീഷ് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ സ്വന്തം നമ്മുടെ യുവന്മാർ വന്നത് ഗേസ്. യുവന്മാർ വന്നാൽ പിന്നെ ലീഷ് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിക്കണ്ടല്ലോ. യുവന്മാരുടെ കയ്യിൽ തന്നെ ഐഡിയാസ് ഉണ്ട് ഗേസ്. ആദ്യം ഒരുത്തനെ കൊന്നിരിക്കുന്നു ഗൈസ്. ഇനി അടുത്തതിനെ ഇങ്ങനെ 2 ലീഡ് അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ലീഡ് കിട്ടിയിരിക്കുകയാണ്. നമുക്കിനി ചെസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴും ഉണ്ടാക്കിയായിരുന്നല്ലേ. മറന്നുപോയി ഗൈസ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് വെക്കാം. വെയിറ്റ് നമുക്ക് ആദ്യം തന്നെ ഒരു കുറച്ച് ഫെൻസ് ഉണ്ടാക്കണം. ഫെൻസ് എത്രയാണെന്ന് നോക്കുക. സ്റ്റിക്ക് വേണമല്ലോ. ആദ്യം നമ്മളിപ്പോൾ സ്റ്റിക്കിന് വേണ്ടി 1 2 3 ഇച്ചിരി സ്റ്റിക്കും ഫെൻസ് ഇവിടെ 1 2 3 4. അയ്യോ, ഒരെണ്ണം കൂടി വേണ്ടി വരും ഗൈസ്. ഫുഡ് മുഴുവൻ തീർത്തിയേ. നല്ല കാര്യം ഗൈസ്. ഞാൻ ഒരു കാര്യം ആലോചിച്ചപ്പോഴാണ് ഈ ഫർണേസിൻ്റെ കാര്യം. ഫർണേസ് നമ്മൾ ഉണ്ടാക്കി അവിടെ വെച്ച് ഇത് നമുക്ക് ഏകദേശം അവിടം വരെ മരം വെട്ടാൻ പോകണം ഗൈസ്. അത് വലിയൊരു പാടാണ്. ഇവിടെ നമുക്ക് പോയിട്ട് വരാം.
ഇപ്പം നമ്മളെ മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം കൂടി ചെയ്ത് വെക്കുക ഗൈസ്. നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് വേണം, എന്നാലേ നമുക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് അടിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് വ്യൂസ് കിട്ടി, അത് മതി, കിട്ടിയത് മതിയെന്ന് കുറച്ച് കിട്ടിയത് കൊണ്ടാണ്. കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ, ഓക്കെ? ഓ ഗൈസ് കിട്ടില്ലേ, കോഴിനെ കൊന്നിട്ടൊരു കാര്യമില്ലായിരുന്നു ഗൈസ്. എന്നാത്തിനാ കൊന്നാന്ന് എനിക്ക് തന്നെ ഒരു തോന്നൽ. എന്തായാലും നമുക്ക് ഒരു ഗേറ്റും കൂടി ഉണ്ടാക്കിയിട്ട് നമ്മളെ പന്നികളെ പിടിക്കാൻ പോവാം. അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്, വേറെ എന്തൊക്കെയായി. അയ്യോ അയ്യോ ചനെ, അയ്യോ. ഇത് കയറാനൊക്കെ ഭയങ്കര പാടാണ്. നമ്മുടെ സൈഡർ പാക്ക് എങ്ങനെയാണെന്ന് പറയാം ഗീസ്. ക്വാളിറ്റി ഇറങ്ങി നമുക്ക് മാറ്റാം, പറഞ്ഞാൽ മതി. ഇത് കഴിക്കാൻ ഗീസ് നമുക്ക് വേറൊരു വഴിയുമില്ല. ആകെ ഫെൻസിൻ്റെ ഗേറ്റാണ്, ഗേറ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നമ്മുടെ ഫെൻസ് പണി എല്ലാം കഴിഞ്ഞു. പുറകിൽ വെക്കേണ്ട ശോകമാവും. പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ആൾക്കാരെ കൊണ്ടിടാൻ തുടങ്ങാം. കുറച്ച് ആൾക്കാരെ ഇട്ടാൽ മതി, അവർ ബ്രീഡാവും, വേറെ പന്നിക്കുട്ടന്മാരാവും കേട്ടോ. ഫുഡ് ചോയ്സിനാണ് വേറെ ഒന്നിനും അല്ല. ഇങ്ങോട്ട് വാ. അയ്യോ അയ്യോ, പന്നിക്കുട്ടന് ഓടിപ്പോയി. നിക്കടാ. അയ്യോ, ഒരു ലീഷ് പൊട്ടി ഗൈസ്. ഇവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നില്ല ഗൈസ്, അതെവിടെ? കേട്ടോ ചമാരെ, ഇങ്ങോട്ട് പോയ എല്ലാവരും. ഒരുത്തനും കൂടി ഉണ്ടായിരുന്നല്ലോ, അവന് ഇവിടെ പോയി. രണ്ടുപേരും ഇങ്ങോട്ട് വരൂ, എല്ലാവരും ഇങ്ങോട്ട് വരൂ, രണ്ടുപേരും ഇങ്ങോട്ട് വരിക. ചമാരെ ഇങ്ങോട്ട് വരൂ. ഗൈസ് നമ്മൾ എല്ലാവരെയും ഇടാനാണ് ഉദ്ദേശിക്കണം, അതും അല്ലാതെ പന്നീനെ മായത്തിറങ്ങി അല്ല ഗൈസ്. അതുകൊണ്ട് ആണ് മിഷൻ സക്സസ്ഫുൾ ഗൈസ്. സോറി പോന്നു. എൻ്റെ ലീഡ് വെയിറ്റ് നമുക്കൊരു സംഭവം ഉണ്ടാക്കണം. വൂളുണ്ടെങ്കിൽ നമുക്ക് കാർപ്പറ്റ് ഉണ്ടാക്കായിരുന്നു. ദെൻ നമ്മളെ കയ്യിൽ വൂളുണ്ടാന്ന് നോക്കിയിട്ട്, വൂൾ നിർഭാഗ്യവശാൽ നമ്മളെ കയ്യിലില്ല. എന്തായാലും നമുക്ക് ഇത്രയും കൂടി പിക്സിനെ കളക്ട് ചെയ്തിട്ട് വരാം ഗൈസ്. ദെൻ അതേ നിൽക്കുന്നു. കമ്മയും മോനെയും കിട്ടിയിട്ടുണ്ട്. കുഞ്ഞിപ്പന്നി ഇതിനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുക.
ഇതെന്തായാലും അവിടെ ചെല്ലുമ്പോൾ കൊണ്ടുപോകുമ്പോൾ വലുതാവും. അപ്പോൾ നമുക്ക് എന്തായാലും വരുവിൻ. നിങ്ങളുടെ ഫാമിലി എത്തി, ഇങ്ങോട്ട് വരൂ. ഫാമിലി എത്തിയപ്പോൾ ഇത് ഇറങ്ങിപ്പോയി. പോടാ അത്രേ ഉള്ളൂ. ഒരുത്തൻ ഇറങ്ങിപ്പോയി ഗൈസ്, അവനെ കണ്ടില്ലേ? കള്ളപ്പം നീ ഇങ്ങോട്ട് വന്നേ നീ. പക്ഷെ അവൻ്റെ കുഞ്ഞിറങ്ങിപ്പോയാലാണ്. വെയിറ്റ് ഒരു വഴി ഇങ്ങോട്ട് വാ. നമ്മൾ നൈറ്റ് ആവാറായി, നമുക്ക് എന്തായാലും കിടക്കാം. അങ്ങനെ ശുഭരാത്രി. രാവിലെ പിന്നെ ഇപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ പന്നികളെയും നമ്മൾ കൂട്ടിലടച്ചിരിക്കുന്നു. 2 ലീഷ് സൗണ്ട് പോയി, അടിച്ചു പോയി. ഓക്കെ, 2 ലീശ എടുത്തിരിക്കുകയാണ് ഗൈസ്. നമുക്കിനി ഇത് കൈ വെച്ചിരിക്കണം, നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. നമ്മൾ ചത്ത ലീശ റയറാണെങ്കിൽ സോമാർ വന്നാൽ മാത്രമേ നമുക്ക് ലീശ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ദെൻ ഇത്രയുള്ള ഗൈസ്. പിന്നെ കുറേ ഇപ്പോൾ ബ്രീഡാവും കേട്ടാ. നമുക്ക് എന്തായാലും ഇനി വെയിറ്റ് ചെയ്യണം. പന്നിക്ക് എന്തോ കൊടുക്കണം എന്ന് എനിക്കറിഞ്ഞു. പന്നിക്ക് എന്തെങ്കിലും ഫീഡ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിഞ്ഞുകൂടാ. എടാ ഇവൻ ചത്തില്ലേ? ഇവൻ എന്നതിനാണ് നമ്മുടെ ഫാമിൽ വന്ന് നിൽക്കണം. പോടാ, ഫാമിലെങ്ങനെ ഇറങ്ങിയാൽ നിന്നെ കൊല്ലു. നിൽക്കും അവരെ കൊന്നേക്കാം കേസ്. പോടാ പോ നീ. ദുർമരണം സംഭവിച്ചു. ദുർമരണമല്ല, കൊലപാതകം. അവനെ നമ്മൾ കൊന്നിരിക്കുകയാണ് ഗൈസ് സുഹൃത്തുക്കളെ. യെസ് ഇവിടെ കയറി എന്നൊക്കെ ഉള്ള വ്യൂ ഇല്ലേ? കിടിലെ വ്യൂ ആണ് കണ്ടോ? സെറ്റപ്പ് വ്യൂ അല്ലേ? ചത്ത് കയറട്ടെ ഇതിൻ്റെ അകത്ത് കയറട്ടെ. ഇത് നമ്മുടെ ഇവിടുത്തെ നല്ല വൈബായതുകൊണ്ട് ഈ ചെറി ബ്ലോസത്തിനും പന്നികൾക്ക് ഒരേ കളർ, നമ്മുടെ വീടിന് ഒരേ കളർ, എല്ലാവരും പിങ്ക് മയം ഗൈസ്. എന്നാലും നമ്മളെ ചെറി ബ്ലോസം മരങ്ങൾ വികസിച്ചിരിക്കുന്നു. അതായത് കുറേ ഉണ്ടായെന്ന് എനിക്കും മനസ്സിലായില്ല ആദ്യം പറഞ്ഞപ്പോൾ. ഈ മരം ഫുള്ളും വെട്ടണം കണ്ട ഗൈസ്. ഇങ്ങനത്തൊക്കെ കുറേ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മൾ ഇത് കണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ സ്ഥലം കണ്ട കിടുകയല്ലേ? ഇങ്ങനത്തെ ഒരു സ്ഥലം കുഴപ്പമില്ല. പക്ഷേ ഈ മല വെട്ടിച്ചലിക്കണം ഗൈസ്, അതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങോട്ട് ഇച്ചിരി ആക്കണം. പിന്നെ അങ്ങനെ ഇച്ചിരി പരിപാടികളൊക്കെയാണ്. മല വെട്ടുന്നതൊക്കെ ഞാൻ ഓഫ്ലൈനായിട്ട് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഗ്രൈൻഡ് ചെയ്യും. പിന്നെ അല്ലാത്ത കാര്യങ്ങളൊക്കെ ഓൺ ക്യാമറ. നമ്മുടെ പന്നി ഫാമിന് ഇനി ഒരു ഡിസൈൻ വരും. പിന്നെ വേറെ കുറേ ഫാം വരും. നമ്മുടെ എന്തുവായിരുന്നു, പശു ഫാം വരും, പന്നി ഫാം ഉണ്ട് ഇപ്പം. പിന്നെ ഹോഴ്സിനെയൊക്കെ നമുക്ക് കൊണ്ടുപോയിടണം ഗൈസ്. അപ്പോൾ കുറേ സംഭവങ്ങൾ ഇനി ഇവന്മാരൊക്കെ ബ്രീഡാകണം. ഇവിടെ ഒരു കുഞ്ഞു പന്നിയൊക്കെ വളർന്ന് ഗൈസ്. അത് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരം കൊണ്ട് വളർന്ന്.
ഇത് പനിയാണ് കേട്ടോ, സൗണ്ടിന് ഇഷ്യൂ ആണെങ്കിൽ ക്ഷമിക്കണം. എന്തായാലും അപ്പോൾ അത് മാറിക്കോളും പനി. സൂര്യകാന്തിയാണ് സൂര്യകാന്തി. അങ്ങോട്ട് സൂര്യനുണ്ട്, അതേ മോളിൽ സൂര്യനുണ്ട്. അങ്ങോട്ട് നോക്കി നിൽക്കുന്ന സൂര്യകാന്തി കണ്ടോ. അൾട്രാ റിയലിസ്റ്റിക് ഫിസിക്സോ കറക്റ്റാണ്. ചെറുതായിട്ട് ഒരിതുണ്ട്, ഇതിന് കറക്റ്റായിരിക്കും. ഓക്കെ, സൂര്യകാന്തിയുടെ ഇത് നോക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഗീസ്. നിറച്ച് ഡേർട്ടായി ഗീസ് കയ്യിൽ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഫില്ലാക്കാവേ. ഇവിടെ നമുക്ക് മല ക്രിയേറ്റ് ചെയ്യാനൊന്നും ഉദ്ദേശമില്ല. ബട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കണം. One, two, three, two. ഇനി ഇവിടുന്ന് ഒരു സ്റ്റെപ്പ് വേണം. 2, 3. നമുക്ക് പണിയൊന്നും കഴിഞ്ഞ നമ്മളെ ഇച്ചിരി സ്റ്റെപ്പ് പണി കഴിഞ്ഞ് കണ്ട. ഇത് കയറാൻ പാടാണെങ്കിൽ ഇതൊക്കെ മതി കേസ്. നമുക്കിപ്പോൾ ഇപ്പോഴത്തേക്ക് ഇതൊക്കെ മതി. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ. പിന്നെ നമുക്ക് എന്തായാലും ഒരു ഔട്ടോ പറയാം. ഔട്ടോ പറയാൻ എടുത്തപ്പോഴാണ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ കിടിലൻ. കിടിലൻ ഗീസ്. വെയിറ്റ് ഗീസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് നല്ല വീഡിയോസായിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ വരാം ഞാൻ. കൂടുതൽ പറയാൻ സമയമില്ല, രാത്രിയായി. പിന്നെ ഇപ്പോൾ